നമസ്കാരം. അർജുൻ ആൻഡ് അസോസിയേറ്റ്സിൻ്റെ വാസ്തുഭവനം എന്നുള്ള ഈ സെഗ്മെൻറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് ഞാൻ ഈ വാസ്തുവിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി അടിസ്ഥാനപരമായിട്ട് കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. അതിൽ ഒന്ന് പ്രധാനപ്പെട്ട വാസ്തു ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണെന്നും, രണ്ടാമത് നമുക്ക് ഈ വാസ്തുവിലേക്ക് കടക്കുമ്പോൾ അതിന് വാസ്തുപുരുഷ സങ്കല്പം എന്താണെന്നും, മൂന്നാമത് പഞ്ചഭൂതങ്ങൾ അടങ്ങിയിരിക്കുന്ന പഞ്ചഭൂതങ്ങളെപ്പറ്റി ഞാൻ പരാമർശിക്കുകയാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ. അപ്പോൾ അതിന് അടുത്ത ഇതിലേക്ക് ഞാൻ പോകുന്നത്, ഞാൻ ശരിക്കും ഈ വാസ്തുവിദ്യയെക്കുറിച്ച് മാത്രം പറയുന്ന ഒരു സെഗ്മെൻറ്റാണ്. ഞാൻ അതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത് 4ആയിട്ട് ഞാൻ തരംതിരിച്ചിട്ടുണ്ട്. അത് ഒന്ന്, കേരളത്തിൽ വാസ്തുവിദ്യ ആദ്യമായിട്ട് കൈകാര്യം ചെയ്ത ഒരാളെന്നുള്ള രീതിയിൽ അത് ഒരു ആധികാരികമായിട്ട് ഞാൻ അങ്ങ് പറയുന്നത്, ഞാൻ അങ്ങനെ ചെയ്ത ഒരാൾ തന്നെയാണ്. അതിൻ്റെ തെളിവ് വസ്തുതകൾ നമ്മളെ മുന്നിലുണ്ട്. അപ്പോൾ 1995 ഞാൻ ഇതിലേക്ക് ഇറങ്ങുകയും 2000 ഒരു വാസ്തുവിദ്യ അനുസരിച്ചിട്ടുള്ള ഒരു ആർക്കിടെക്റ്റ് നിലവാരത്തിൽ എഞ്ചിനീയേഴ്സിനെ ആർക്കിടെക്റ്റിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് അർജുൻ അസോസിയേഷൻ സ്ഥാപനം തുടങ്ങിയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ അതിനുശേഷം വാസ്തുവിദ്യയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ഈ സമൂഹമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്, എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, അതിനെന്തൊക്കെ അവസരങ്ങളുണ്ടെന്നുള്ളതാണ് ഞാൻ ഈ വരുന്ന. അപ്പോൾ അത് പറഞ്ഞിട്ട് വേണം എനിക്ക് കറക്റ്റായിട്ട് വാസ്തുവിലേക്ക് പോകാൻ. ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, എൻ്റെ 30ാം വർഷം ആയതുകൊണ്ട് ഞാൻ ഈ 30 വർഷം കടന്നുപോയ അനുഭവത്തിൽ നിന്ന് വാസ്തുവിദ്യയിൽ എനിക്ക് എന്തൊക്കെ സമൂഹത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഗൃഹനിർമ്മാണ മേഖലയിൽ എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി എന്നുള്ള ഒരു അവലോകനമാണ്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട് താനും. കാരണം വാസ്തുവിദ്യ മൺമറഞ്ഞ് കിടക്കുകയായിരുന്നു. അതിനെ ഒരു ജീവൻ അതിന് നൽകി. അത് ഇന്ന് വളരെ സാർവത്രികമായിട്ട് എല്ലാ ആൾക്കാരും അത് വിശ്വസിക്കുകയും അത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. അതിൽ കുറേ തെറ്റുകുറ്റങ്ങൾ അല്ലെങ്കിൽ കുറേ നേട്ടങ്ങളും കോട്ടങ്ങളും അതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. അത് എല്ലാവർക്കും ഒന്നുകൂടി ചിന്തിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു 30ാം വർഷം ഇങ്ങനെ ഒരു പദ്ധതിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സംരംഭത്തിലേക്ക് ഞാൻ ഇറങ്ങിയത്. ഇതിനു മുമ്പ് ഞാൻ വളരെയധികം ലേഖനങ്ങളും പിന്നെയൊക്കെ ഞാൻ സൂചിപ്പിച്ചതാണ്. ഒരുപാട് വാസ്തുവിദ്യയെക്കുറിച്ച് ആർട്ടിക്കിൾ ലേഖന പരമ്പര തന്നെ ഞാൻ നിരന്തരം എഴുതിയ ഒരു വ്യക്തിയാണ്. 1995 തുടങ്ങി 2000 ഈ വാസ്തുവിദ്യ എന്ന് പറഞ്ഞ അർജുൻ അസോസിയേഷൻ സ്ഥാപനം തുടങ്ങിയ ആ കാലഘട്ടം മുതൽ ഞാൻ കേരളവുമതിൽ നിരന്തരം ആഴ്ചപ്പതിപ്പിലും പത്രത്തിലും വാസ്തുവിദ്യയെക്കുറിച്ച് ലേഖന പരമ്പര ഘട്ടം ഘട്ടമായിട്ട് ഞാൻ ചെയ്ത ഒരു വ്യക്തിയാണ്. അതിൽ പ്രധാനമായിട്ട് 2000 ആഴ്ചപ്പതിപ്പിലാണ്, കേരളമതി ആഴ്ചപ്പതിപ്പിലാണ് ആദ്യമായിട്ട് വാസ്തുവിനെക്കുറിച്ച് ഒരു ലേഖന പരമ്പര ഞാൻ തുടർച്ചയായിട്ട് എഴുതുന്നത്. അപ്പോൾ അതിൽ 2000 തുടങ്ങിയ 2001 തുടങ്ങിയ ആ ഒരു സംരംഭം ഇപ്പോഴും ഞാൻ പലപ്പോഴും അത് ചെയ്യുന്നുണ്ട്. എങ്കിൽ അതിനെ ഒന്ന് പരിചയപ്പെടുത്തലാണ് ഇന്ന് എൻ്റെ ഉദ്ദേശം. ഞാൻ എഴുതിയ ലേഖനങ്ങൾ, വാസ്തുവിനെക്കുറിച്ച് പലപ്പോഴായിട്ട് ഞാൻ എഴുതിയ ലേഖനങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് പരിചയപ്പെടുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ ഈ കേരളമതി ആഴ്ചപ്പതിപ്പിൽ എഴുതിയ ലേഖനങ്ങളുടെ ഒരു സമാഹാരം തന്നെ എൻ്റെ കൈവശമുണ്ട്. അതൊന്നും ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല. ആ ഓരോ ആഴ്ചയും വരുന്ന ആ ആഴ്ചപ്പതിപ്പുകൾ ഞാൻ വളരെ സൂക്ഷിച്ച് വെച്ചത് എന്തെന്ന് പറഞ്ഞാൽ, ഇന്നല്ലെങ്കിൽ നാളെ പുതിയ തലമുറയ്ക്ക് വാസ്തുവിദ്യയെക്കുറിച്ച് ഞാൻ എഴുതിയ അറിവുകൾ എന്തൊക്കെയാണെന്ന് അവർക്ക് ബോധ്യം വരുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതൊരു ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. കാരണം നമ്മൾ അന്ന് പത്രങ്ങളിൽ വന്ന് TV-യിൽ വന്നു കണ്ടു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. അത് ഞാൻ ചെയ്തതാണ് എന്ന്, അല്ലെങ്കിൽ ഞാൻ ഈ വാസ്തുവിദ്യയെക്കുറിച്ച് തുടക്കത്തിലേ ഇതൊക്കെ പറഞ്ഞ ഒരു വ്യക്തിയാണെന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. അല്ലാതെ വേറൊരു ഉദ്ദേശം ഇത് നമ്മൾ ഇതാക്കാൻ വേണ്ടി പറയുന്നതല്ല. അപ്പോൾ കേരളമതിൽ 2001 ഞാൻ ഇത് എഴുതി തുടങ്ങിയത്. അത് അന്ന് ഞാൻ എഴുതിയത് ഇതിൽ ആഴ്ചപ്പതിപ്പിലാണ്. കേരളമതി ആഴ്ചപ്പതിപ്പിൽ ഇതുപോലെ വാസ്തു ഗ്രന്ഥത്തിൽ ഞാൻ ഇങ്ങനെ ഒരുപാട് എഴുതിയിട്ടുണ്ട്. അതിലൊരു സാമ്പിളാണ് ഞാൻ കാണിക്കുന്നത്. അതുകൊണ്ട് ഉദാഹരണത്തിന് മുറികളെ പറ്റി അറിയാം. ഇത് നമുക്ക് തുടർച്ചയായിട്ട് 18ാം ലക്കമാണ്, 1 മുതൽ ഉണ്ട്. ഇതെല്ലാം ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു സാമ്പിൾ കാണിക്കുന്നതാണ്. ഇതിൽ മുറികളുടെ അറിയാനുണ്ട്, മുറികളെ പറ്റി. അപ്പോൾ ഈ റൂമിനെ പറ്റിയുള്ള വാസ്തുവിനെ കുറിച്ചിട്ടുള്ള ഒരു ലേഖന പരമ്പര എഴുതിയതിൽ ആണ് ഞാൻ ഇങ്ങനെ ഇത് ചെയ്തിട്ടുള്ളത്. അത് ഇതിൻ്റെ എല്ലാ ബുക്കുകളും ഇവിടെ തന്നെ എൻ്റെ കസ്റ്റഡിയിലുണ്ട്. അതിൽ പ്രധാനമായിട്ട് ഇതുപോലെ ഞാനത്
ഓരോന്നായിട്ട് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഓരോ ഓർഡറിലും അത് ആദ്യമായിട്ട് എൻ്റെ വീടെന്നുള്ള ഒരു പങ്ക്തിയിലാണ് അത് ഞാൻ കൊടുത്തിട്ടുള്ളത്. നോക്കൂ, വസ്തു ചെറുതായാലും വാസ്തു വേണം. രണ്ടാമത് നമുക്ക് അടുത്ത് വരുന്നത് അത് രണ്ടെന്ന് പറയുന്നത് വീടിൻ്റെ ദർശനം എങ്ങോട്ട് വേണം. 3 എൻ്റെ വീട്, അതെല്ലാം ഒരേ ഇത് തന്നെയാണ്. 3 എൻ്റെ വീട്, അതിൽ ഉയർച്ച താഴ്ചകളിൽ ഒളിഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഹെഡിങ് കൊടുത്തതിൻ്റെ ഉദ്ദേശം ഈ വാസ്തുവിദ്യയെ നമ്മൾ ആദ്യം മുതൽ തന്നെ ഞാനിത് പറഞ്ഞു തുടങ്ങിയെന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. കാരണം അതിൻ്റെ ഒരു ഓർഡറിൽ തന്നെ ഒരു വസ്തു കിട്ടിക്കഴിഞ്ഞാൽ, ഒരു പ്ലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു പ്ലാൻ വരയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതേപോലെ ഒരു പ്ലോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ അതെങ്ങനെ ആയിരിക്കണം, ആ കിട്ടിയിരിക്കുന്ന പ്ലോട്ടിൻ്റെ വാസ്തുപരമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഉദാഹരണത്തിന് നമ്മൾ ആ പ്ലോട്ടിൻ്റെ ചരിവ്, ഭൂമി, അത് ഏതൊക്കെ അതിനകത്ത് വാസയോഗ്യമായിട്ടുള്ള ഒരു സ്ലോപ്പാണോ, അത് ഇന്ന് പല രീതിയിൽ ആൾക്കാർ കൺഫ്യൂഷനുണ്ട്. ഇപ്പോൾ ഇതൊക്കെ വർഷങ്ങളോളം ഞാൻ ഇത് കാണിച്ചതിൻ്റെ കാരണം 2001 മുതൽ ഞാൻ ഈ വിഷയം നിരന്തരം പഠിക്കുകയും അത് കൈകാര്യം ചെയ്യുകയും അത് ഇതുപോലെ ലേഖനങ്ങളായിട്ട് ഞാൻ എഴുതി ശീലിച്ച്, അല്ലെങ്കിൽ അത് പുറത്തോട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഈ 30 വർഷത്തെ എൻ്റെ അനുഭവം വെച്ചും കൊണ്ട് ഞാൻ ഈ ശാസ്ത്രത്തെ ഇന്ന് കാണുന്ന രീതിയിലാക്കി എടുക്കുവാനും എൻ്റെ പിന്നിൽ അതിന് ഒരുപാട് വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്, ത്യാഗങ്ങളുണ്ട്. അതൊക്കെ ചെയ്തതിൻ്റെ ഒരു ചെറിയ അവലോകനമാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഇത് കാണുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം വാസ്തുവിദ്യ എത്രമാത്രം നമ്മൾ ഡീപ്പായിട്ട് അല്ലെങ്കിൽ വളരെ ശാസ്ത്രീയമായ രീതിയിൽ അത് പഠിക്കുകയും അതോടൊപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ ആ ഗൃഹനിർമ്മാണത്തിൽ അതിന് എന്തൊക്കെ സ്വാധീനം ചെലുത്താൻ പറ്റുമെന്നും, അങ്ങനെ ചെയ്താൽ ആ വീട്ടിൽ താമസിക്കുന്നവരുടെ അനുഭവം എന്തായിരിക്കും എന്നുള്ളതൊക്കെ പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ആമുഖമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഒരിക്കലും ഞാൻ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ വാസ്തുവിലോട്ട് കടന്നിട്ടില്ല, അതിൻ്റെ മുന്നൊരുക്കമാണ്. നമ്മൾ ഈ ഗ്രന്ഥങ്ങൾ എഴുതുമ്പോൾ ആമുഖമായിട്ടാണ് ഞാൻ ഈ വിഷയങ്ങളെല്ലാം അവതരിപ്പിക്കുന്നത്. ഒരു 3-4 എപ്പിസോഡോട് കഴിഞ്ഞാൽ മാത്രമേ ഞാൻ കറക്റ്റായിട്ട് കേരളത്തിൻ്റെ വാസ്തുവിദ്യയും കേരളത്തിൽ ഗൃഹനിർമ്മാണത്തിൽ അതിൻ്റെ സ്വാധീനവും അത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശാസ്ത്രപരമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണമെന്നും അത് നമുക്ക് പ്രായോഗികമായിട്ട് അതിലെന്തൊക്കെ മാറ്റങ്ങളാവാമെന്നും ഞാൻ വളരെ വ്യക്തമായിട്ട് ഇത് പറയാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, വാസ്തുവിദ്യയെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഒരു അടുക്കും ചിട്ടയോടുകൂടി ആ വിഷയം നമ്മൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും ഒരു വിഷയം ആദ്യം എടുത്ത് പറയുക അല്ലെങ്കിൽ അതിനെപ്പറ്റി വിശദീകരണം ചെയ്യുക, അതല്ല ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത്. പൂർണ്ണമായിട്ടും ഈ വാസ്തുവിദ്യ എന്താണ്, എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളത് പുതിയ തലമുറയ്ക്ക്, അത് വിദ്യാർത്ഥികൾക്കായിരുന്നാലും എൻ്റെ ഇത് കേൾക്കുന്ന മറ്റ് ജനവിഭാഗത്തിന്, അത് പ്രായഭേദമന്യേ എത്ര വയസ്സായ ആളുകൾക്കും കൂടി മനസ്സിലാകത്തക്ക രീതിയിൽ ഇതൊരു പാഠ്യ വിഷയമായിട്ട് അവതരിപ്പിക്കാനാണ് ഞാൻ ഇതുകൊണ്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ സെഗ്മെൻറ്റിൽ വാസ്തുവിനെ കുറിച്ചായിരിക്കും കാര്യമായിട്ട് പറയുന്നത്. ഇതിൽ വരുന്ന സംശയങ്ങളും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് എന്നെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടെ ഞാൻ ഉടനെ ഒരുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്ന വിഷയങ്ങളിൽ സംശയങ്ങളോ അതിലെന്തെങ്കിലും ഇതായിട്ട് തോന്നുമെങ്കിൽ ആർക്ക് വേണമെങ്കിലും അത് ബന്ധപ്പെടാം. ഒരു കാര്യം ഞാൻ ഒന്നുകൂടി ഞാൻ പറയുകയാണ്, ഒരിക്കലും ഈ ശാസ്ത്രത്തെ നമ്മൾ അതൊരു ഇതാക്കി പറയാനല്ല, അന്ധവിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. അത് 100% ഇതുവരെ ചെയ്തിട്ടുള്ള അങ്ങനെയാണ്. എൻ്റെ കയ്യിൽ ഒരു പ്ലാൻ വന്നാൽ, ഒരാൾ ഒരു വീട് വയ്ക്കാനായിട്ട് എൻ്റെ കൈ അടുത്ത് വരികയാണെങ്കിൽ അവരുടെ അടുത്ത് വാസ്തുശാസ്ത്ര വിധിപ്രകാരം നിങ്ങൾ വീട് പണിയുന്നതാണ് നല്ലതെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുകയും അതിന് അവരുടെ 5 സെൻറ്റ് ആയാലും 6 സെൻറ്റ് ആയാലും 10 സെൻറ്റ് ആയാലും 1 ഏക്കറായാലും ആ സ്ഥലം ഞാൻ ആദ്യം പോയി സന്ദർശിക്കുകയും ഞാൻ തന്നെ അതിനെ കോമ്പസ് വെച്ചിട്ട് അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും എടുത്ത് അത് കൃത്യമായ വാസ്തുവിൽ എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാൻ പറ്റുമോ അതെല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തി അവർക്ക് ഒരു നല്ല പ്ലാന് കൊടുക്കുന്ന രീതിയിലാണെങ്കിൽ അങ്ങനെ ചെയ്യാറുണ്ട്. അതോടൊപ്പം അവർക്ക് വേണ്ടുന്ന പ്ലാനും ഉപദേശവും കൺസൾട്ടൻസി വേണമെന്നുള്ളവർക്ക് അത് ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ കൺസ്ട്രക്ഷൻ, ഇന്നിപ്പോൾ നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ വളരെ ഒരു റിസ്ക് പിടിച്ച കാര്യങ്ങളാണ്. കാരണം അതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അത് ഞാൻ ഇനി വരുമ്പോഴും പറയാം. എങ്കിലും ഞാൻ ഈ 30 വർഷം കൊണ്ട്
വളരെ നീറ്റായിട്ട് വളരെ മെച്ചപ്പെട്ട രീതിയിൽ ഒരു ഏറ്റെടുത്ത ഒരു വർക്ക് പോലും പെൻഡിങ് ഇല്ലാതെ നന്നായിട്ട് ചെയ്തു കൊടുത്ത ഒരു വ്യക്തി എന്നുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നു. വാസ്തുപരമായിട്ട് തന്നെയാണ് ഞാൻ എല്ലാ വീടുകളും പണിതിട്ടുള്ളത്. അതിൽ കോംപ്രമൈസ് ചില സ്ഥലത്ത് എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സ്ഥലപരിമിതി, ചില കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയാലും റോഡിൻ്റെയൊക്കെ വക്കിലുള്ളത് 100% വാസ്തു നോക്കിയപ്പോൾ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. പൂർണ്ണമായിട്ട് വാസ്തു നോക്കി ചെയ്ത വീടുകളുമുണ്ട്, അല്ലാതെ ചെയ്തുകൊണ്ട്. അതെല്ലാം ഞാൻ വരും ദിവസങ്ങളിൽ ഓരോന്നായിട്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ ശാസ്ത്രം കൈകാര്യം ചെയ്ത് ഞാൻ ഇതുവരെ എന്ന സമയത്ത്, അതാണ് ഞാൻ പറഞ്ഞ 2000 മുതൽ ഈ 24 വരെ, ഏതാണ്ട് 95 ഞാൻ തുടങ്ങി. അപ്പോൾ 30 വർഷം ഞാൻ കൈകാര്യം ചെയ്ത വീടുകളും പ്ലാനുകളും അതോടൊപ്പം ഈ പറഞ്ഞതുപോലെയുള്ള ഞാൻ ചെയ്ത കൺസ്ട്രക്ഷനും ഒക്കെ നമുക്ക് ഒന്ന് പരിചയപ്പെടുന്നതിന് വേണ്ടി മാത്രമാണ് ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത്. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരള കൗമുദിയിലാണ് ആദ്യ ഈ ലേഖന പരമ്പര ഞാൻ എഴുതി തുടങ്ങിയത്. അത് കഴിഞ്ഞ് ടി വിയിൽ ഞാൻ നിരന്തരം വാസ്തുവിനെക്കുറിച്ച് ഉള്ള പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട് പല ചാനലിൽ. അത് 1-2 ചാനലിൽ, അതൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച്. ഇനി വരുന്ന ദിവസങ്ങളിൽ ആദ്യം ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇനി ഇപ്പോൾ നമുക്ക് അടുത്തുള്ളത് ഈ ആഴ്ചപ്പതിപ്പിൽ കൂടാതെ ഒരു 5 വർഷത്തിന് ശേഷം കേരളകൗമുദി പത്രത്തിൽ, എല്ലാ പത്രത്തിൽ ഞായറാഴ്ച ഉള്ള സപ്ലിമെൻറ്റിൻ്റെ കൂടെ എൻ്റെ വാസ്തുപരമായിട്ടുള്ള ലേഖനപരമായി വീണ്ടും ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡീറ്റെയിലാണ് ഞാൻ ഈ കാണിക്കുന്നത്. കണ്ടോ, ഇത് ആഴ്ചപ്പതിപ്പിലല്ല, ഇതിൽ ഞാൻ കേരളകൗമുദി ഈ സപ്ലിമെൻറ്റിൽ ഞാൻ എഴുതിയ ലേഖന പരമ്പരകളാണ്. ഇത് എല്ലാം ഞാൻ ഇതുപോലെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ ഓരോ ദിവസവും ഓരോ ആഴ്ചയും ഞാൻ ഈ വീടിനെ പറ്റി, വാസ്തുവിനെ പറ്റി വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഉദാഹരണത്തിന് വാസ്തുശാസ്ത്രവും തച്ചുശാസ്ത്രവും അളവുകൾ, ഇത് അടുത്ത് ഞാൻ പരാമർശിക്കാൻ പോകുന്ന ഈ വിഷയമാണ്. ഇപ്പോൾ ഇത് അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയുന്നത് ഈ അളവുകളെ പറ്റി പറയാൻ വേണ്ടിയാണ്. അതാണ് ഞാൻ പരിചയപ്പെടുത്താനുള്ള ഒരു പ്രധാന കാരണം. അപ്പോൾ നമുക്ക് ഈ ശാസ്ത്രം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, അല്ലെങ്കിൽ അതിനെപ്പറ്റി പറയണമെങ്കിൽ ഇതൊക്കെ പറഞ്ഞാൽ മാത്രമേ അടുത്ത് ഒരു പ്ലാൻ വരയ്ക്കണം. അപ്പോൾ ഞാൻ സ്ഥലം പോയി കാണുന്നു, അതിന് കോമ്പസ് വെച്ച് ദിശ മനസ്സിലാക്കി, അതിൻ്റെ ഭൂമിയുടെ ചരിവ് എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കി, അത് അവരുടെ റിക്വയർമെൻറ്റ്, ആ പാർട്ടിക്ക് അവർക്ക് എത്ര സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാണ്, എത്ര ബെഡ്റൂം വേണം, ഹാൾ വേണം, ഒക്കെ നമ്മൾ നോട്ട് ചെയ്തു. ഇത് നമ്മൾ കൊണ്ടുവന്ന് വരച്ചിട്ട് ആദ്യം ഒരു ഡ്രോയിങ് അവരെ കാണിക്കുന്നു. കാണിക്കുമ്പോൾ അവരുടെ ബഡ്ജറ്റിനകത്ത് ആ വീട് തീരുമോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അത് പരിശോധിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് വാസ്തുപരമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഉൾപ്പെടുത്തി കൊടുക്കാൻ പറ്റും എന്നുള്ളതൊക്കെ നമ്മൾ പരാമർശിക്കണമെങ്കിൽ ഇത് അടിസ്ഥാനപരമായിട്ട് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ പുതുതായിട്ട് കേൾക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ്. പഴയ ആളുകൾക്ക് അറിയാമായിരിക്കാം. ഒരുപാട് ഇന്ന് ആധുനിക രീതിയിലുള്ള ഈ സോഷ്യൽ മീഡിയയിൽ കൂടി വാസ്തുവിദ്യയെക്കുറിച്ച് വളരെയധികം ആൾക്കാർ പല രീതിയിൽ പറയുന്നുണ്ട്. അതിൽ എൻ്റെ നിഗമനങ്ങളും ഞാൻ മനസ്സിലാക്കിയതും ഞാൻ ഇതുവരെ പരിശീലിച്ചതുമായിട്ടുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ വിഷയങ്ങൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ പല പ്രാവശ്യം സൂചിപ്പിച്ചതാണ്, എന്നാൽ ഒന്നുകൂടെ ഞാൻ അത് ഓർമ്മപ്പെടുത്തുകയാണ്. 95 ഞാൻ ഇതിലേക്ക് ഇറങ്ങുകയും 1995 കഴിഞ്ഞ് 2000 മാർച്ച് 12-ാം തീയതിയാണ് അർജുൻ ആൻഡ് അസോസിയേറ്റ്സ് എന്നുള്ള ഒരു സ്ഥാപനം വാസ്തുവിദ്യയെ അടിസ്ഥാനപ്പെടുത്തി ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയത്. അന്ന് ഞാൻ ഈ വാസ്തുവിദ്യ തുടങ്ങുന്ന സമയത്ത് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പത്രങ്ങളിലൊക്കെ തന്നെ അതിൻ്റെ വാർത്തകളും മറ്റു കാര്യങ്ങളും വന്നിരുന്നു. അതിൽ വളരെ പ്രധാനമായിട്ട് മനോരമയിൽ തന്നെ ആ വാസ്തുവിദ്യയെക്കുറിച്ച് ഞാൻ ചെയ്ത ഉദ്ഘാടനത്തിനെ പറ്റിയുള്ള ഒരു വിവരണം ഇതിനകത്തുണ്ടായിരുന്നു. കാരണം 2012 മാർച്ച് 12-ാം തീയതിയാണ് ഞാൻ അർജുൻ ആൻഡ് അസോസിയേറ്റ്സ് എന്നുള്ള സ്ഥാപനം തുടങ്ങുന്നത്. ആ സ്ഥാപനം തുടങ്ങിയതിന് ശേഷം ഇന്ന് വരെ ഈ 30 വർഷത്തോളം, സ്ഥാപനം തുടങ്ങിയിട്ട് 25 വർഷമാണ്, ഞാൻ തുടങ്ങിയത് 30-ാം വർഷമാണ്. ഇത് ആവർത്തിച്ച് പറയുന്നത് എൻ്റെ ഇത്രയും വർഷത്തെ പരിചയവും ഞാൻ ഈ മേഖലയിൽ വാസ്തുവിദ്യയായിട്ട് ബന്ധപ്പെടുത്തി ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നതിനാണ്. അതിന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇനി വരുന്ന ദിവസങ്ങളിൽ അത് പറയാം. ഈ വാസ്തുവിദ്യ ഇന്ന് കാണുന്ന രീതിയിലോട്ട് ഒരു പ്രചോദനം
കേരളത്തിൽ ഒരു ചലനം ഉണ്ടാക്കിയുള്ള ഒരു വ്യക്തി എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റുന്ന ഒരവസ്ഥ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പുതിയ തലമുറ ഇല്ലെങ്കിൽ അന്ന് ഞാനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ തലമുറയ്ക്ക് അത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഇതോടുകൂടി അല്ലെങ്കിൽ ആ തെളിവോടുകൂടി ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അത് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ഞാൻ ഈ സമയം ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ ഈ വാസ്തുവിദ്യ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളതും ഞാൻ പല പ്രാവശ്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അത് മാത്രം ഇന്ന് വരെയും വാസ്തുവിദ്യ അനുസരിച്ചിട്ട് ഉള്ള നിർമ്മാണവും പ്ലാനും കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടെ ആയതുകൊണ്ടാണ് ഇനി വരുന്ന ദിവസങ്ങൾ ഞാൻ ഇത്രയും ആമുഖമായിട്ട് നീട്ടി പറയുന്നത്. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം വാസ്തുവിദ്യ കൈകാര്യം ചെയ്തിട്ട് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പലരും ഇന്ന് ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന അല്ലെങ്കിൽ അതിനെ പൊടിപ്പും തൊങ്ങലും വെച്ച് പല കാര്യങ്ങളും പറഞ്ഞ് ആ ശാസ്ത്രത്തെ ഗുണത്തെക്കാളേറെ ദോഷത്തിലേക്ക് ജനങ്ങളെ കൊണ്ടെത്തിക്കുകയും പണ്ട് കാലത്ത് ഈ ശാസ്ത്രം ആൾക്കാർ എങ്ങനെയാണോ തള്ളിക്കളഞ്ഞത് അതേ അവസ്ഥയിലേക്ക് വീണ്ടും പോകുന്നു. അത് ഒന്ന് മാറ്റിയെടുക്കുക എന്നുള്ള ഒരു ചെറിയ പരിശ്രമത്തിൻ്റെ ഭാഗമാണ് ഞാൻ ചെയ്യുന്നത്. അതിനെ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പറയാം. ഈ ശാസ്ത്രം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ശാസ്ത്രം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് 1900 എൻ്റെ ഒരു അനുഭവത്തിൽ ഇത് വളരെ പഴക്കമുള്ള ശാസ്ത്രമാണെന്നറിയാം. നമുക്ക് ഇന്ന് കാണുന്ന പഴയ പുരാതന നിർമ്മാണങ്ങൾ ക്ഷേത്രമായാലും മാലുകെട്ടായാലും മനകളായാലും കൊട്ടാരങ്ങളായാലും ഇതെല്ലാം ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരുന്നു അതിൻ്റെ നിർമ്മാണങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അത് ഞാൻ എൻ്റെ ഈ ഇത്രയും സമയത്തെ പഠനത്തിൽ ഏതാണ്ട് ഒരു 80% ഞാൻ മനസ്സിലാക്കിയ 80% പഴയ നിർമ്മിതികളൊക്കെ ഞാൻ നേരിട്ട് പോയി അതിൽ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇത് ശരിയും തെറ്റും വിലയിരുത്തുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു വീട് നമുക്ക് കിഴക്കോട്ട് ദർശനമുള്ള ഒരു വീട്, ആ വീട് പണ്ട് കാലത്ത് അതെങ്ങനെയാണ് പണിതത്, അതിൻ്റെ മുറികളുടെ കണക്ക്, ആ മുറികളുടെ സ്ഥാനം, അതിൽ കൊടുത്തിരിക്കുന്ന മുറികളുടെ അളവുകൾ, അതിൻ്റെ ഡോറിൻ്റെ സ്ഥാനം, പൂജാമുറി ഏതെങ്കിലും അതിനകത്തുണ്ടെങ്കിൽ അതെങ്ങനെ എന്നൊക്കെ ഞാൻ പഠനത്തിൽ കൂടി റിസർച്ചിൽ കൂടിയാണ് ഞാനിത് ഉറപ്പ് വരുത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള വീടുകളുടെ അനുഭവം കൂടെ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഞാൻ വളരെ ഒരു കാര്യമായിട്ട് പറയാം. നമ്മൾ തൊട്ടടുത്ത് തന്നെ കുതിരമാളിക, നമ്മളെ തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ വകയിലുള്ള കുതിരമാളിക, അത് ഒരു പ്രധാനപ്പെട്ട നിർമ്മാണമായിരുന്നു. അത് നിർമ്മാണം നടന്നത് തന്നെ നമ്മളെ രാജകുടുംബത്തിൻ്റെ അന്ന് സ്വാതി തിരുനാളിൻ്റെ കാലത്താണ്. അദ്ദേഹം പണിത ഒരു കൊട്ടാരമാണ്. ആ സ്വാതി തിരുനാൾ അവിടെ ഇരുന്നാണ് കൃതികളെല്ലാം രചിച്ചതും അത് പത്മനാഭസ്വാമിയെ പറ്റി സ്തുതിച്ചതും. അത് അവിടെ ഇരുന്നും കൊണ്ട് ഒരു കിളിവാതിൽ കൂടി ശ്രീ പത്മനാഭസ്വാമിയെ ദർശിക്കത്തക്ക രീതിയിലാണ് ആ കുതിരമാളിക പണിതത്. അതിൻ്റെ ദർശനം തെക്കോട്ടാണ് അതിൻ്റെ ദർശനം. പക്ഷേ ആ നിർമ്മാണത്തിൽ എന്തോ വാസ്തുപരമായിട്ടുള്ള ഒരു അപജയം അവിടെ സംഭവിച്ചു എന്നാണ് പിന്നെയുള്ള പഠനത്തിൽ നിന്ന് വാസ്തുവിദ്യ വിദഗ്ധർ കണ്ടെത്തിയത്. അദ്ദേഹത്തിന് ഒരു ആയുസ് മുഴുവൻ നമുക്ക് പൂർത്തിയാക്കി കഴിയാൻ പറ്റാതെ വളരെ നേരത്തെ മരണപ്പെട്ടു പോയി. അപ്പോൾ അത് ഈ നിർമ്മാണത്തിൽ വന്ന ഒരു അപാകതയാണെന്നൊരു സംസാരം ഉണ്ടായി. അതിനെപ്പറ്റി പലരും പരിശോധിച്ചു. അതിൻ്റെ ആധികാരികമായിട്ടുള്ള ഒരു ഇതിലേക്കല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ പഠന വിഷയത്തിൽ അത് വന്നതുകൊണ്ടും ഞാൻ ആ കൊട്ടാരം A-Z എന്ന് വെച്ചാൽ എൻ്റെ ഏറ്റവും മുകളിലുള്ളത്തെ നില വരെ ഞാൻ കയറി അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും, അവിടെ ഒരു പൂജാമുറിയുണ്ട്, ആ പൂജാമുറിയിലെ അളവുകൾ കൃത്യമായിട്ട് എടുക്കുകയും അതിൻ്റെ ഫോട്ടോ എടുക്കുകയും ആ പൂജാമുറിയിലെ പ്രത്യേകതകൾ ഞാൻ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്ത ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാനിത് ഒരൊറ്റ ഉദാഹരണം കൊണ്ട് പറയണതാണ്, അല്ലാതെ ഒന്നുമില്ല. ഇതുപോലെ 80% പഴയ നിർമ്മാണങ്ങൾ, കൃഷ്ണപുരം പാലസ്, അതുപോലെ തന്നെ വരിക്കാശ്ശേരി മന, ഇങ്ങനെയുള്ള ഒരുപാട് മനകൾ. കൃഷ്ണപുരം പാലസിൽ ഇതേപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ പുരാവസ്തു വകുപ്പ് ആ കൊട്ടാരം ഏറ്റെടുത്തിട്ട് അതിനകത്ത് ഒരു കർണസൂത്രം ഉണ്ടായിരുന്നു. ആ കർണസൂത്രമുള്ള 9 ശാലകളിൽ ഒന്നാണത്. അത് അടയാൻ പാടില്ല, കർണസൂത്രം അടയ്ക്കാൻ പാടില്ല. അത് ഏതോ ഈ പറഞ്ഞതുപോലെ സർക്കാർ ഏറ്റെടുത്തതിന് ശേഷം അവിടെ ഇരുന്ന എൻജിനീയർ അതിനെ അങ്ങ് ബ്ലോക്ക് ചെയ്തു. ആ ബ്ലോക്ക് ചെയ്തതോടുകൂടി അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. ഞാനും എൻ്റെ ഗുരുവായിട്ടുള്ള MG ശശിഭട്ട് സാറും കൂടെ പോയി അവിടെ ഇത് പഠിച്ചു. അന്ന് ഈ ഗുരുകുലത്തിലുള്ള വിദ്യാർത്ഥികൾ ഞങ്ങളെല്ലാവരും അവിടെ പോയിരുന്നു. അതിൻ്റെ ഫോട്ടോസ് അത് എൻ്റെ കസ്റ്റഡിയിലുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയി പരിശോധിച്ചപ്പോൾ ഇതിൽ കണ്ടത് ഈ കർണസൂത്രം അടച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അവിടെ വെച്ച് തന്നെ അതിനെ മാർക്ക് ചെയ്ത് അന്നത്തെ ഡയറക്ടർ അത് ബോധ്യപ്പെടുത്തി ഇത് ഓപ്പൺ ചെയ്യണം,
അതിന് ശേഷമാണ് ഇന്ന് കാണുന്ന രീതിയിൽ അതിനെ വീണ്ടും റിനോവേഷൻ ചെയ്ത് നല്ല രീതിയിലായത്. അപ്പോൾ ഇതെന്താ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, നമ്മൾ മധ്യസൂത്രം അല്ലെങ്കിൽ സൂത്രവേദങ്ങൾ ഇതൊക്കെ അടയാൻ പാടില്ല, ഇതൊക്കെ വാസ്തുപരമായിട്ട് കാര്യങ്ങളുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് അനുഭവത്തിൽ കൂടി അത് ശരിയാണോ തെറ്റാണോ നമുക്ക് പഠിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇതുപോലെ തന്നെ ഇരയും തമ്പി നമ്മൾ പഴയ പിന്നെ ഇപ്പോൾ തമിഴ്നാട്ടിലുള്ള മാർത്താണ്ഡവർമ്മ ദളവ അദ്ദേഹത്തിൻ്റെ വീടും ആ വീട് പൊളിഞ്ഞ് ഇപ്പോൾ രണ്ടാമത് പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഞാൻ പോയി പഠിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ ഒരു ഇതായിട്ട് ഞാൻ എപ്പോഴും ഏതെങ്കിലും ഒരു കാര്യം ആരെങ്കിലും ബുക്കിൽ പറയുന്നതോ ഒരാൾ പറയുന്നതോ മാത്രം പരിഗണിക്കാതെ എൻ്റേതായ രീതിയിൽ ഒരു ഇത് പഠന വിഷയമാക്കി, അല്ലെങ്കിൽ അതിനെ ഒരു ജിജ്ഞാസയോടുകൂടി അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിച്ചത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു നിലയിൽ എത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അവശേഷിക്കുന്ന കുറച്ച് സമയം ഇതിനെ പുതിയ തലമുറയ്ക്ക് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ വളരെ ലളിതമായിട്ട് ഇതിൻ്റെ ശരിയും തെറ്റും പ്രാക്ടിക്കലായിട്ട് ഗ്രന്ഥങ്ങളിൽ എന്ത് പറയുന്നു, ശാസ്ത്രം പറയുന്നു, അത് ഇന്നത്തെ കാലഘട്ടത്തിൽ അതെങ്ങനെ നമ്മൾ പ്രാബല്യത്തിലാക്കണം എന്ന് സംശയലേശമെന്നേ പറയാനായിട്ട് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ എൻ്റെ ഈ പ്രഭാഷണം, ഈ സംഭാഷണം, അല്ലെങ്കിൽ ഈ ചാനലിൽ കൂടെയുള്ള എൻ്റെ ഇത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് ഞാൻ വളരെ ചിട്ടയോടുകൂടി തന്നെ ആയിരിക്കും അടുത്തുള്ള വിഷയങ്ങളിലേക്ക് പോകുന്നത്. ഇനി വരുന്ന ആഴ്ച ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വാസ്തുവിദ്യയിൽ കോലുകളുടെ അളവുകളും അതിൻ്റെ പ്രാധാന്യവും. ഇത് പറയാതെ നമ്മൾ അത് മുന്നോട്ട് എനിക്കൊരു കണക്ക് പറയാൻ പറ്റില്ല. അത് ഞാൻ കൃത്യമായിട്ട് അടുത്ത എപ്പിസോഡിൽ പറയുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.